റിയൽമി നാർസോ 70 ടെർബോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 70 ടെർബോ 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുണ്ട്. OLED പാനലിന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 92.65% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ DT Star 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം നല്ല ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 185 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.6 mm ആണ്. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ ടെർബോ യെല്ലോ, ടെർബോ പർപ്പിൾ, അതുപോലെ തന്നെ ടെർബോ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രോസസറാണ്. MediaTek Dimensity 7300 എനർജി എന്നുള്ള പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ് ഈ ഒരു പ്രോസസർ. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇതേ ഒരു പ്രോസസർ തന്നെയാണ് CMF ഫോൺ 1ലും വരുന്നത്. ആ ഒരു ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. എന്തായാലും ഇതിൽ അത്യാവശ്യം നല്ല മികച്ചൊരു പ്രോസസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്ങിൽ 90 FPS ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ല കാര്യം തന്നെയാണ്. ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ GT മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 8GB റാമും 128GB ഇന്റേണലും ആയിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 14GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ VC കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏരിയ വരുന്നത് 6050 mm² ആണ്. അപ്പം അതും ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഫോൺ അത്ര പെട്ടെന്ന് ഹീറ്റ് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ടച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ എയർ ജസ്റ്റേഴ്സ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിൽ ടച്ച് ചെയ്യാതെ തന്നെ പല ജസ്റ്റേഴ്സും കാണിച്ചിട്ട് നമുക്ക് പല ഫംഗ്ഷൻസും ചെയ്ത് എടുക്കാവുന്നതാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് OmniVision OV50Dയുടെ സെൻസറാണ്. പിന്നെ 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് മിസ്സിംഗ് ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പോൾ റിയൽമിയുടെ തന്നെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ക്യാമറയാണ് കുറച്ചും കൂടി ഫോക്കസ് ആയിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ റിയൽമി 12+, അതുപോലെ തന്നെ റിയൽമി നാർസോ 70 Pro ഇതുപോലുള്ള ഫോണുകൾ വരുന്നുണ്ട്. ആ ഫോണുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം അതിലോട്ട് വരുമ്പോൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും നല്ലൊരു മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള റിയൽമിയുടെ ഒരു ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫോണുകൾ നോക്കുക. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണല്ല. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തിരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്.
അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. 8 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 17,999 രൂപയാണ്. 12 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 20,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി നമുക്ക് 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 16 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല മികച്ചൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ്, തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയാൻ പറ്റില്ല, പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗെയിമിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും റിയൽമി നാർസോ 70 ടർബോ 5G എന്ന സ്മാർട്ട് ഫോൺ. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.